ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ? ഇതാണ് വീറ്റ് ഗ്രാസ്. പേര് പോലെ തന്നെ ഗോതമ്പിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ്. ഗോതമ്പ് മുളപ്പിച്ച സാധനം വീറ്റ് ഗ്രാസ് കണ്ടില്ലേ? അപ്പോൾ ഇത് പുതിയ സാധനമൊന്നുമല്ല, ഒരുപാട് മുന്നേ തന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലിത് പുതിയതൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ പല ജ്യൂസ് കടകളിലും ഇതിൻ്റെ ജ്യൂസ് അവൈലബിൾ ആണ്. രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് മ്യൂസിയം ഏരിയയിലൊക്കെ വീറ്റ് ഗ്രാസ് കൊണ്ടുള്ള ജ്യൂസ് വളരെ കാലം മുന്നേ തന്നെ ലഭ്യമായിക്കൊണ്ടിരുന്നതാണ്. ഞാനും ഒരുപാട് കാലം മുന്നേ ഇതിൻ്റെ ജ്യൂസ് പതിവായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് വാങ്ങിച്ചതിനൊപ്പം വീറ്റ് ഗ്രാസിൻ്റെ സീഡ്സും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ബാച്ച് ഇതുപോലെ വീറ്റ് ഗ്രാസ് ആക്കാൻ വെച്ചു. അപ്പോൾ ആ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഡ്രിങ്കാണ്. നമുക്കിതിപ്പോൾ ലൈവായിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കുക, അതായത് ജ്യൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പൗഡർ ഫോമിലും ക്യാപ്സുൽ രൂപത്തിലൊക്കെ അവൈലബിൾ ആണ്. അതായാലും അത് ഏകദേശം ഈക്വൽ ഹെൽത്ത് ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ഇച്ചിരി കാശ് കൊടുത്ത് വാങ്ങിക്കണം. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രഷാണ്, പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഗുണമേന്മ കുറച്ചുകൂടെ കൂടുതലാണെന്ന് ഉറപ്പിക്കാം. ലൈക്ക് പെസ്റ്റിസൈഡ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വീറ്റ് ഗ്രാസ് എങ്ങനെ മുളപ്പിച്ച് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് ഉള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കുറച്ച് പറഞ്ഞുതരാം. വീറ്റ് ഗ്രാസ് ഞാൻ പറയില്ലേ, ഗോതമ്പ് മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് യങ്ങായിട്ട് വെട്ടിയെടുക്കുന്ന ലീവ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ലൈവായിട്ടുള്ള ക്ലോറോഫിലുണ്ട്. ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ അയൺ കണ്ടൻറ്റ് കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. അതുകൂടാതെ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ്, ഒരുപാട് മിനറൽസ്, അയൺ ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ളൊരു സാധനമാണ് ഈ വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും പിന്നെ അതുപോലെ അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാനൊക്കെ ഇതിൻ്റെ ജ്യൂസ് പതിവായിട്ട് കുടിക്കുന്നതുകൊണ്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് ക്ലെൻസിങ് പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പോലുള്ള ക്ലെൻസിങ് പ്രോപ്പർട്ടീസൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്ത് ജ്യൂസാണ് നമ്മുടെ വീറ്റ് ഗ്രാസ് ജ്യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതിനെ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ഇതുപോലുള്ള കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേ ഒരു 1/2 കിലോ വീറ്റ് ഗ്രാസിൻ്റെ സീഡ്സ് ഇരിപ്പുണ്ട്. ഗോതമ്പ് തന്നെയാണ്. നമ്മൾ നേരത്തെ സാധാരണ കടയ്ക്കെടുത്ത് ഗോതമ്പ് യൂസ് ചെയ്യുന്നു, പക്ഷേ അത് എല്ലാം ഒരേപോലെ, അത് ഈവനായിട്ട് കിളർത്ത് വന്നിട്ടില്ല. ഇത് വീറ്റ് ഗ്രാസ് മൈക്രോ ഗ്രീൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സീഡ്സാണ്. നമ്മളിതിൽ നിന്ന് കുറച്ച് മെഷർ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് വിതയ്ക്കാൻ പോകുന്ന ട്രേ, അതിനകത്തേക്ക് ഏകദേശം ഒരു 15-17 ഗ്രാം സീഡ്സ് നമ്മൾ അളന്നെടുക്കണം. അതിനകത്തേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയ കിച്ചൺ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 16 ഗ്രാം സീഡ്സ് അളന്നെടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് മറ്റ് മൈക്രോ ഗ്രീൻസിനെ പോലെയല്ല, ഗോതമ്പിന് സോക്കിങ് ആവശ്യമുണ്ട്, അതായത് കുതിർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള വെള്ള കോട്ടൺ തുണിയിൽ ഇതിനൊരു കിഴി കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിഴി കെട്ടിയ ഗോതമ്പ് നമ്മൾ ഏകദേശം ഒരു 24 മണിക്കൂർ കുതിർക്കുകയാണ്. വെള്ളത്തിൽ മുക്കിയിട്ട് കുതിർക്കുകയാണ്. നമ്മളൊരു കുഞ്ഞു പാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം ഈ ഒരു കിഴി കെട്ടിയ ഗോതമ്പ് അതിനകത്തേക്ക് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇട്ട് വയ്ക്കുകയാണ്. ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് വെയിറ്റ് എടുത്ത് വയ്ക്കുക. ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇത് വയ്ക്കുക. അപ്പോൾ കിഴിയുടെ ഉള്ളിൽ എയർ പോക്കറ്റൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ എല്ലായിടവും വെള്ളം കയറുന്നതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് 1-2 പ്രാവശ്യം എടുത്ത് ഇങ്ങനെ ഉയർത്തിയിട്ട് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് അത് സാച്ചുറേറ്റ് ആയിട്ട് ഇരുന്നോളും. അതിനുശേഷം അധികം ചൂടും വെയിലും ഒന്നും അടിക്കാത്തൊരു ഭാഗത്തേക്ക് ഇതിനെ കൊണ്ട് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 1-2 പ്രാവശ്യം വെള്ളം മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ കിഴി അഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 24 മണിക്കൂർ കൂടെ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. അതായത് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം കിഴി അഴിക്കാണ്ട് നമ്മൾ അതേ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വയ്ക്കുന്നത് കിഴിക്കകത്തുള്ള, അതായത് ഈ ഗോതമ്പിനകത്തുള്ള ഈ ഹ്യൂമിഡിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രം വെച്ച് അടച്ചു വയ്ക്കുന്നത്. നേരത്തെ പോലെ തന്നെ വെയിലും ചൂടൊന്നും അടിക്കാതെ, അതായത് വെളിച്ചമൊന്നും കിടക്കാത്തൊരു ഭാഗത്ത് ഇതിനെ കൊണ്ട് വയ്ക്കാം. ഇനി അടുത്ത 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇപ്പോൾ നമ്മൾ ഗോതമ്പ് കുതിർക്കാൻ ഇട്ടിട്ട് ഏകദേശം 48 മണിക്കൂർ 2 ദിവസമായി. ഇനിയാണ് നമ്മളിതിനെ വിതയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കിഴി അഴിച്ച് നോക്കാൻ വേണമെങ്കിൽ ഗോതമ്പ് കെട്ടിയിട്ടേക്കുന്ന കിഴി കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് ഒരുപാട് വേരുകൾ, അതായത് ഗോതമ്പ് കിളിർത്തതിൻ്റെ കുഞ്ഞു കുഞ്ഞു വേരുകൾ ഈ തുണിയിലൊക്കെ പൊത്ത് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു വേരുകൾ നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ വേരിനൊന്നും അധികം ഡാമേജ് പറ്റാതെ പതുക്കെ സോഫ്റ്റായിട്ട് ഇതിനൊന്ന് അഴിച്ചെടുക്കുക. ഒന്നിങ്ങനെ കുലുക്കി എടുത്താൽ മതി, അതിൽ നിന്ന് കൊഴിഞ്ഞു വീണോളും, വേര് പൊട്ടാതെ നമുക്ക് കിട്ടും. അപ്പോൾ തൽക്കാലം ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തുണിയിൽ നിന്ന് വിടിയിച്ചൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇനി വിത്ത് വിതയ്ക്കേണ്ട മീഡിയം പ്രിപ്പയർ ചെയ്യുന്ന കാര്യം നോക്കാം. ഇത് കണ്ടോ, എല്ലാ ഗോതമ്പും നന്നായിട്ട് കിളിർത്തിട്ടുണ്ട്. ഓരോ ഗോതമ്പിൽ നിന്ന് 2-3 വേരുകൾ വീതം വെറുതെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സുന്ദരന്മാരായ കുഞ്ഞു കുഞ്ഞു ഗോതമ്പ് 3 വേരൊക്കെ വന്നിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ജെർമിനേറ്റ് ചെയ്യുന്ന സീഡ്സാണ്. ഇതാണ് നമ്മുടെ മൈക്രോഗ്രീൻ സീഡ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സീഡ്സ് എല്ലാം ഒരേ സമയം ഹാർവെസ്റ്റ് ചെയ്തായിരിക്കത്തില്ല. ചിലപ്പം മൾട്ടിപ്പിൾ ഫീൽഡ്സ് പല സ്ഥലത്തുനിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇവയെല്ലാം ഒന്നിച്ച് കിളിർക്കണമെന്നില്ല. അപ്പോൾ ആദ്യം കിളിർക്കുന്നത് പിന്നെ കിളിർക്കാതെ കിടക്കുന്നവർ ഓവർടേക്ക് ചെയ്ത് പോവും. ഈ കിളിർക്കാതെ കിടക്കുന്നത് ചിലപ്പോൾ ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ ചീഞ്ഞ് പോവും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ മൈക്രോ ഗ്രീൻസ് എല്ലാം ഒരേ സ്റ്റേജിൽ നല്ല ഭംഗിയായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് മൈക്രോ ഗ്രീൻസ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും സ്പെഷ്യലായിട്ട് മൈക്രോ ഗ്രീൻസിൻ്റെ സീഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ വീറ്റ് ഗ്രാസ് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് പഴയ 2 ചെടിച്ചട്ടി വയ്ക്കുന്ന ട്രേ ആണ്. ഇത് ഒരുപാട് പഴക്കമുള്ളതാണ്. നമ്മുടെ ആദ്യകാല മൈക്രോ ഗ്രീൻസ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത് ഏകദേശം ഒരു 2, 3, 4 വർഷത്തിന് മുമ്പേ നമ്മൾ പയർ മുളപ്പിക്കാനായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത ട്രേസ് ആണ്. ഒരുപാട് പഴയതാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത് ബേസിക്കലി ചെടിച്ചട്ടി വയ്ക്കുന്ന ഒരു ട്രേ ആണ്. 2 എണ്ണം ഉണ്ട് ഒരേപോലത്തതിൽ. മേളിലത്തേൽ ഹോൾസ് ഇട്ടിട്ടുണ്ട്, താഴത്തിൽ ഹോൾസ് ഒന്നുമില്ല. അപ്പോൾ ഹോൾസ് ഉള്ളതിനകത്തേക്ക് നമ്മൾ മീഡിയ നിറയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിനകത്ത് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലവണ്ണം വാഷ് ചെയ്ത ചകിരിച്ചോറാണ്. വാഷ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോ ഈസി കോക്കോപീറ്റാണ്. ലോ ഈസി കിട്ടിയില്ലെങ്കിൽ സാധാരണ കോക്കോപീറ്റ് വാങ്ങിച്ചിട്ട് ഒരു 7 ദിവസം 7 വെള്ളത്തിൽ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ചില ക്വാളിറ്റി അനുസരിച്ച്, ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ കൂടുതൽ പ്രാവശ്യം കഴുകിയെടുക്കണം. ഈസി മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് കോക്കോപീറ്റിൻ്റെ ഈസി ഏകദേശം ഒരു 100-150 ഇടയ്ക്ക് വരുന്ന സമയത്തേക്ക് നമുക്കതിന് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ കോക്കോപീറ്റും പെർലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത കോക്കോപീറ്റും പെർലൈറ്റും ഏകദേശം 80% ചകിരിച്ചോറും 20% പെർലൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സറാണ്. അപ്പോൾ നമ്മുടെ ട്രേയിലേക്ക് ആവശ്യമുള്ള കോക്കോപീറ്റ് പെർലൈറ്റ് മിക്സ് നിറച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യണം, ഫ്ലാറ്റായിട്ട് ലെവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത കോക്കോപീറ്റിൻ്റെ ഈർപ്പത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒന്ന് ഞെക്കി എടുക്കുമ്പോഴേക്കും ഒന്ന് ഉരുളയായിട്ടിരിക്കണം. ഒരു പൊടിയുടെ പരുവ മതിയാവും. മാക്സിമം ഡ്രൈ ആവാത്ത കോക്കോപീറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, നല്ല ലെവലായിട്ട് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ അടിയിലത്തെ ട്രേ എടുത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലാറ്റായിട്ട് ലെവലായിട്ടുള്ളൊരു സർഫസ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടൊരു സർഫസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുളപ്പിച്ച ഗോതമ്പ് വിതറുമ്പോഴേക്കും നല്ല ഈവനായിട്ട് വിതറാനായിട്ട് ശ്രമിക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാണ്ട്, ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ കയറിയിരിക്കാത്ത രീതിയിൽ എല്ലാം ഈവനായിട്ട് ഇതിനകത്ത് ഫുള്ള് വിതറുക. നമ്മൾ കുതിർത്ത് മുളച്ച ഗോതമ്പ് എല്ലാം കൂടെ ഇങ്ങനെ ക്ലമ്പായിട്ടിരിക്കും, കൂടിക്കുഴഞ്ഞിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പിരുത്തിട്ടാൽ മതി, സെപ്പറേറ്റായിട്ട് വീണോളും. ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ വേരൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നൈസായിട്ട് കൈകാര്യം ചെയ്യുക. ഇൻ കേസ് ഒന്നിൻ്റെ മുകളിൽ ഒന്നൊക്കെ ടച്ച് ചെയ്തിരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രഷോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തന്നെ ഇതിനൊന്ന് നിരത്തി ഇട്ടാൽ മതി. എല്ലായിടം ഒന്ന് ഈവനായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ലെയർ നമ്മുടെ മീഡിയ ഇട്ട് കൊടുക്കും. വളരെ ലൈറ്റായിട്ടൊരു ചെറിയൊരു സ്പ്രിങ്കിൾ കൊടുക്കും. ഇതിനകത്ത് ചകിരിച്ചോറിൻ്റെയും പെർലൈറ്റിൻ്റെയും മിക്സ് തന്നെയാണ്. ഒരുപാട് വലിയ പീസസ്, അതായത് ഒരുപാട് വലിയ ചകിരിച്ചോറ് കഷ്ണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇച്ചിരി ഫൈനായിട്ടുള്ള ചകിരിച്ചോറ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് വിരിച്ചു കൊടുക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് നനയ്ക്കണം. നമ്മുടെ ചകിരിച്ചോറ് ഫുള്ളായിട്ട് കുതിരുന്ന രീതിയിൽ നല്ലൊരു സ്പ്രേ കൊടുക്കണം. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ അതായത് ട്രെയിലിട്ട ഫുൾ ചകിരിച്ചോറും ഒന്ന് കുതിരുന്ന രീതിയിൽ നല്ലൊരു സ്പ്രേ കൊടുക്കണം. അതിനുശേഷം നമ്മളിതിൻ്റെ അടിയിൽ വെച്ചിരുന്ന ട്രേ ഉണ്ടല്ലോ, ഹോളില്ലാത്ത ട്രേ, അത് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇരുട്ട്, അതായത് ചെറിയൊരു ഇരുട്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ വിത്തുകൾ മണ്ണിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവാനായിട്ടാണ് ചെറിയൊരു ഇരുട്ടും പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു വെയിറ്റും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. ഒരു 24 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അടുത്ത ദിവസം നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കാം. വിത്തൊക്കെ ഏത് സ്റ്റേജ് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും.
അപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതിനെ എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ചക്കി ക്വാളിറ്റി കൺട്രോളർ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വിത്തുകളൊക്കെ കിളിർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 99% കിളിർത്തിട്ടുണ്ട്. ഗോതമ്പ് അങ്ങനെയാണ്, ഏകദേശം എല്ലാം തന്നെ നന്നായിട്ട് കിളിർത്ത് വരും. അപ്പോൾ ഈർപ്പത്തിൻ്റെ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പ്രേ കൂടെ കൊടുക്കാം. ലൈറ്റായിട്ടൊരു സ്പ്രേ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ല, നമ്മുടെ ഗോതമ്പെല്ലാം മുളച്ചിട്ടുണ്ട്. കുറേ വേരുകൾ, വെള്ള കളർ കാണുന്നതെല്ലാം വേരുകളാണ്. അതിൻ്റെ മേളിലോട്ട് ചെറിയൊരു ക്രീം കളർ കാണുന്നത് അതിൻ്റെ ഷൂട്ട്സാണ്. അതാണ് ലീഫായിട്ട് ഫോം ആവുന്നത്. ഇനി നമുക്ക് താഴെ ഇരിക്കുന്ന ട്രേയെ കമഴ്ത്തി അടച്ചിട്ട് വീണ്ടും ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. അടുത്ത ദിവസം നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ വീറ്റ് ഗ്രാസ് എല്ലാം ഏകദേശം നല്ല ഹൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു കളറൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയൊരു ഗ്രീനിഷ് കളറാണ്. ഇപ്പോഴും സ്റ്റിൽ യെല്ലോയിഷ് ഗ്രീനാണ്, നമ്മൾ ലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റായിട്ട് ലൈറ്റ് വരുമ്പോഴേക്കും ഇത് നല്ല ഗ്രീനാവും. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു മഞ്ഞിലച്ച ഗ്രീനിലാണ് നിൽക്കുന്നത്. എന്നാൽ എല്ലാത്തിലും ഷൂട്ട് ഫോം ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്കൊരു സ്പ്രേ കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഈർപ്പ കണ്ടീഷൻ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ സ്പ്രേ കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നോക്കിയാലറിയാം വേരുകളെല്ലാം താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് മേളിലെ സ്പ്രേ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടം വാട്ടറിംഗ് ആണ്. ഈ വേരുകളെല്ലാം താഴത്തെ ട്രേ വന്നിട്ട് വെള്ളം വലിച്ചെടുത്തോളും. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോട്ടം വാട്ടറിങ്ങിന് നമ്മൾ താഴത്തെ, അതായത് ഹോളില്ലാത്ത ട്രേയിലാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ട്രേ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ആ ഒരു ട്രേ നേരിട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോവും. നമ്മളെ കോക്കോപ്പിറ്റ് ഫുള്ളായിട്ട് വെള്ളം കയറി നമ്മുടെ മൈക്രോ ഗ്രീൻസ്, വീറ്റ് ഗ്രാസ് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലീക്ക ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു സെപ്പറേഷൻ, അതായത് വെള്ളത്തിൻ്റെ ലെയറിൽ നിന്ന് ചെറിയൊരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈഡ്രോപോണിക്സിൽ ഉപയോഗിക്കുന്ന ലീക്ക ബോൾസാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ട്രേ എടുത്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് കൊണ്ട് ഇതിനെ ലൈറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നല്ല ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ ഗ്രീനിൽ വരും. ഇതിപ്പോൾ ഞാൻ മൈക്രോ ഗ്രീൻസ് വയ്ക്കുന്ന ഒരു ചെറിയ സ്റ്റാൻഡാണ്. ഇതിനകത്ത് ഗ്രോ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. 4 ട്രേ വയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് ലൈറ്റ് ഇട്ട് കൊടുക്കും. മൈക്രോ ഗ്രീൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ LED ട്യൂബ് ലൈറ്റാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടെ ലൈറ്റിലിരുന്നപ്പോഴേക്കും നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീറ്റ് ഗ്രാസ് എല്ലാം ഡാർക്ക് കളർ ഗ്രീൻ കളറായിട്ടുണ്ട്. ആവശ്യത്തിന് ഹൈറ്റും ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ബോട്ടം ട്രേയിൽ വെള്ളം ഉണ്ടോ നോക്കാം. വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, വേരെല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. താഴത്തെ ട്രേയിൽ നിന്ന് നന്നായിട്ട് ഈ വേരുകളെല്ലാം വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ടോപ്പ് അപ്പ് ചെയ്യാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വെച്ചേക്കാം. ഇന്നിപ്പോൾ നമ്മുടെ വീറ്റ് ഗ്രാസ് ഹാർവെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സാണ്, നല്ല വണ്ണം ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിന്ന് വെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കേണ്ട പരിപാടി നോക്കാം. കണ്ടില്ലേ, വീറ്റ് ഗ്രാസ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വെട്ടിയാണ് എടുക്കുന്നത്. ഏറ്റവും ചോട്ടിൽ വെച്ചല്ല വെട്ടുന്നത്. ഇച്ചിരി ഒരു 2-3 സെൻറ്റിമീറ്റർ, നമ്മുടെ മീഡിയയിൽ നിന്ന് 2-3 സെൻറ്റിമീറ്റർ മേളിൽ വെച്ചാണ് വെട്ടിയെടുക്കുന്നത്. മാക്സിമം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഫ്രഷായിട്ട് തന്നെ വെട്ടിയെടുക്കുക. ഒരു 6-7 ദിവസത്തിൽ വീറ്റ് ഗ്രാസ് റെഡിയാവും. അപ്പോൾ 2-3 ദിവസത്തിലൊരിക്കൽ ഇതുപോലുള്ള ഓരോ ബാച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡെയിലി കൺസ്യൂം ചെയ്യാനായിട്ടുള്ള വീറ്റ് ഗ്രാസ് കിട്ടിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ, ജസ്റ്റ് മേളിൽ വെച്ച് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ജ്യൂസിന് 1 പിടിയോളം മതിയാവും. അപ്പോൾ നമുക്കിതിന് ഒരെണ്ണത്തിനെ ഒരു ട്രേയിൽ നിന്ന് 2-3 ദിവസത്തിലേക്ക് വെട്ടിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ എനിക്ക് ഇന്നലത്തെ ആവശ്യത്തിനും ഇന്നത്തെ ആവശ്യത്തിനും ഓരോ പിടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് ഇപ്പോൾ ഉണ്ട്. ഇത് ചക്കിക്ക് ചവയ്ക്കാൻ കൊടുക്കാം. പൂച്ചകൾ വീറ്റ് ഗ്രാസ് ഇങ്ങനെ വെറുതെ ചവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടമുള്ളതാണ്, കുറച്ച് അവർക്ക് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീറ്റ് ഗ്രാസ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. നമ്മളിതിനെ ജ്യൂസ് ആക്കിയാണ് കുടിക്കുന്നത്. അതായത് രാവിലെ വെറും വയറ്റിൽ ചായക്ക് പകരം
ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഒരു പിടി വീറ്റ് ഗ്രാസ് ഏകദേശം ഇത്രയും വരും. വീറ്റ് ഗ്രാസ് എടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. മിക്സിയിലാണ് നമ്മൾ അരയ്ക്കുന്നത്, പക്ഷേ ഇതിനെ ചതച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പ്രസ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കങ്ങനെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ജ്യൂസ് എടുത്തിട്ട് അതിനോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം അര നാരങ്ങയും പിന്നെ ഇച്ചിരി തേനും കൂടെ ചേർത്തിട്ട് ലൈറ്റ് ചൂട് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് വാം വാട്ടറിൽ നാരങ്ങയും തേനും വീറ്റ് ഗ്രാസും കൊണ്ട് ചേർത്ത് ഒരു ഗ്ലാസ് ഞാൻ കുടിക്കുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീറ്റ് ഗ്രാസ് മുളപ്പിച്ച് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ ടെക്നിക്സുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.